മിന്നൽ ചുള്ളിയിൽ വിറങ്ങലിച്ച് കണ്ണൂർ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആഞ്ഞുവീശിയ കാറ്റിൽ കോടികളുടെ നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായത്. കണ്ണൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പരിസരത്തെ വൻമരങ്ങൾ കടപുഴകി 4 കാറുകൾ തകർന്നു. രാത്രി സമയമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. മിന്നൽ ചുഴലിക്കാറ്റിൽ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കണ്ണൂർ. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ഉണ്ടായ മിന്നൽ ചുഴിയാണ് വൻ നാശനഷ്ടം ഉണ്ടാക്കിയത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയും മിന്നൽ ചുഴി കണ്ണൂർ നഗരത്തിലടക്കം ആഞ്ഞടിച്ചു. ആ ദുരന്തത്തിന്റെ വ്യാപ്തി കണ്ണൂർ കളക്ടറേറ്റ് അനക്സ് കോമ്പൗണ്ടിൽ ഉണ്ട്. വൻമരങ്ങൾ കടപുഴകി വീണു. 4 കാറുകൾ തകർന്നു. കണ്ണൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് മുൻവശത്തെ കൂറ്റൻ മരങ്ങളാണ് വേരറ്റ് നിലം പതിച്ചത്. 2 കാറുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കളക്ടറേറ്റ് അനക്സിലെ സാമൂഹ്യക്ഷേമ ഓഫീസിനടക്കം കേടുപാടുകൾ പറ്റി. മേൽക്കൂരയിലെ ഷീറ്റ് തകർന്നു. കളക്ടറേറ്റ് മൈതാനത്തോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളാണ് കടപുഴകി വീണത്. രാത്രി സമയമായതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. പകൽ സമയമായിരുന്നുവെങ്കിൽ നിരവധി വാഹനങ്ങളും ആളുകളും ഇവിടെ ഉണ്ടാകുമായിരുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവിടെ മാത്രം ഉണ്ടായത്. പടന്നപ്പാലം, മഞ്ചപ്പാലം ഭാഗത്തും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. 317 വീടുകളാണ് ജില്ലയിൽ തകർന്നത്. വൈദ്യുതി, റോഡ്, കേബിൾ ബന്ധവും താറുമാറായി. കൃഷിനാശവും വ്യാപകമാണ്. മലയോര മേഖലയിലും വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായത്. നഷ്ടം കണക്കാക്കി വരുന്നതേയുള്ളൂവെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.